നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. തിരുവനന്തപുരം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താനല്ല ശബരിമലയിൽ കൊണ്ടുവന്നതെന്നും ഇക്കാര്യങ്ങളെല്ലാം SIT-യോട് പറഞ്ഞിട്ടുണ്ടെന്നും തന്ത്രി കണ്ഠർ രാജീവൻ. അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകുക മാത്രമാണ് ഉത്തരവാദിത്വമെന്നും സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ചുമതല ദേവസ്വം ബോർഡിനാണെന്നും കണ്ഠർ രാജീവ് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്ന ആളെന്ന നിലയ്ക്ക് അറിയാം. കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തി. കണ്ഠർ, രാജീവ്, മോഹനൻ എന്നിവരുടെ മൊഴിയാണ് SIT രേഖപ്പെടുത്തിയത്. അറ്റകുറ്റപ്പണികൾക്ക് അനുവാദം നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരമാണെന്ന് തന്ത്രിമാർ വിശദീകരിച്ചു. അതേസമയം സ്വർണം പൂശാൻ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന് കേസിലെ പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ SIT-ക്ക് മൊഴി നൽകി. ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചുകൊണ്ടുപോകുന്നപ്പോഴും തിരിച്ചു കൊണ്ടുവന്നപ്പോഴും ശ്രീകുമാർ ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. തനിക്ക് മുൻപ് ചുമതല ഉണ്ടായിരുന്ന മൂരാരി ബാബുവാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നാണ് ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നത്. മഹസർ തയ്യാറാക്കിയ ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണെന്നും ശ്രീകുമാർ SIT-യോട് വ്യക്തമാക്കിയിരുന്നു. മഹസറിൽ സാക്ഷിയായാണ് ഒപ്പിട്ടിരിക്കുന്നതെന്നും ശ്രീകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജാമ്യം തേടി ശ്രീകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.